ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ആപ്പിൾ ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. സ്റ്റീവ് ജോബ്സിനേക്കാൾ കൂടുതൽ കാലം ആപ്പിളിനെ നയിച്ച ടിം കുക്ക് പടിയിറങ്ങാൻ പോകുന്നു. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്, ആപ്പിളിന്റെ ഭാവി എന്താകും? വാ നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, 2026-ലെ ഏറ്റവും വലിയ വാർത്ത ഇതായിരിക്കും. ടിം കുക്ക് ആപ്പിളിന്റെ സിഇഒ സ്ഥാനമൊഴിയുന്നു. ഒരു പതിറ്റാണ്ടിൽ കൂടുതൽ നീണ്ടുനിന്ന ഒരു കാലഘട്ടത്തിനാണ് അതോടെ അവസാനമാകുന്നത്. ആപ്പിളിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയ ഒരു യുഗം. അപ്പോ ശരിക്കുമുള്ള ചോദ്യം ഇതാണ്: സ്റ്റീവ് ജോബ്സ് എന്ന ഇതിഹാസത്തെ വിജയകരമായി പിന്തുടർന്ന ഒരാൾക്ക് എങ്ങനെയാണ് നമ്മളൊരു പകരക്കാരനെ കണ്ടെത്തുക? ഇത് വെറുമൊരു സിഇഒ മാറ്റമല്ല, ഇത് ആപ്പിളിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഇപ്പോ ഈ പുതിയ ആളുടെ വെല്ലുവിളി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ചു പുറകോട്ട് പോകണം. ടിം കുക്ക് സിഇഒ ആയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആപ്പിൾ എങ്ങനെയായിരുന്നു? സ്റ്റീവ് ജോബ്സ് വിട്ടുപോയ ആ ആപ്പിൾ എന്തായിരുന്നു? 2011-ൽ കുക്കിന് കിട്ടിയ കമ്പനി ശരിക്കും പറഞ്ഞാൽ വളരെ ബ്രില്യന്റ് ആയിരുന്നു. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒന്ന്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് പൂർണ്ണമായും സ്റ്റീവ് ജോബ്സ് എന്ന ഒരാളെയും ഐഫോൺ എന്ന ഒരൊറ്റ ഉൽപ്പന്നത്തെയും ആശ്രയിച്ചാണ് നിന്നിരുന്നത്. പലരും അന്ന് സംശയിച്ചു, സ്റ്റീവ് ജോബ്സ് ഇല്ലാതെ ആപ്പിൾ ഉണ്ടാകുമോ എന്ന്. കുക്ക് സിഇഒ ആകുമ്പോൾ ആപ്പിളിന്റെ മാർക്കറ്റ് വാല്യൂ $348 ബില്യൺ. ഈ നമ്പറൊന്ന് ഓർത്തുവെച്ചോളൂ, കാരണം നമ്മൾ കാണാൻ പോകുന്ന വളർച്ചയുടെ തുടക്കം ഇവിടെ നിന്നാണ്. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ടിം കുക്ക് ഒരിക്കലും മറ്റൊരു സ്റ്റീവ് ജോബ്സ് ആകാൻ ശ്രമിച്ചില്ല. അദ്ദേഹം തികച്ചും വ്യത്യസ്തനായൊരു ലീഡറായിരുന്നു. ആ ഒരു വ്യത്യാസമാണ് സത്യം പറഞ്ഞാൽ ആപ്പിളിന്റെ തലവിധി തന്നെ മാറ്റിയെഴുതിയത്. ഇതൊന്ന് നോക്കേ, ഇവിടെയാണ് പ്രധാന വ്യത്യാസം. ജോബ്സ് ഒരു പ്രോഡക്റ്റ് വിസാർഡായിരുന്നു, ആപ്പിളിന്റെ ആത്മാവ്. പക്ഷെ കുക്ക്, അദ്ദേഹം ഒരു ഓപ്പറേഷൻസ് ജീനിയസ് ആയിരുന്നു. ജോബ്സിന്റെ ആശയങ്ങളെ ലോകത്തിന്റെ എല്ലാ മൂലയിലും എത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ സാമ്രാജ്യം തന്നെ പടുത്തുയർത്തിയത് കുക്കിന്റെ ഈ കഴിവായിരുന്നു. ഈ ചാർട്ടിലേക്ക് ഒരൊറ്റ നോട്ടം മതി കുക്കിന്റെ കാലത്ത് എന്ത് സംഭവിച്ചുവെന്നറിയാൻ. വെറും 9 വർഷം കൊണ്ട് $348 ബില്യൺ നിന്ന് ഏകദേശം $2 ട്രില്യൺ. ഇത് വെറുമൊരു വളർച്ചയല്ല, ഇതൊരു സാമ്പത്തിക വിസ്ഫോടനമാണ്. അപ്പോൾ എന്താണ് ഈ സ്കെയിലിന്റെ ശില്പി എന്ന് പറഞ്ഞാല്? വളരെ സിമ്പിളാണ്. ഒരു അടിപൊളി ഐഡിയ എടുത്തിട്ട് അതിനെ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും കാര്യക്ഷമമായ ഒരു ബിസിനസ് മെഷീനാക്കി മാറ്റാനുള്ള കഴിവ്. അതാണ് ടിം കുക്കിന്റെ മാജിക്. പക്ഷേ കുക്കിന്റെ നേട്ടങ്ങൾ പൈസയുടെ കണക്കിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഐഫോണിനെ മാത്രം ആശ്രയിക്കുന്നത് ഒരു റിസ്ക്കാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സർവീസസ്, ആപ്പിൾ വാച്ച്, എയർപോഡ്സ് അങ്ങനെ പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കി. സ്വന്തമായി M-സീരീസ് ചിപ്പുകൾ ഉണ്ടാക്കിയതും വിഷൻ പ്രോ പോലുള്ള പുതിയൊരു ലോകത്തേക്ക് കാലെടുത്തു വെച്ചതും ആപ്പിളിനെ കൂടുതൽ കരുത്തനാക്കി. ശരി, അപ്പൊ കുക്കിന്റെ കാലം നമ്മൾ കണ്ടു. ഇനി എന്താണ് മുന്നോട്ട്? ആപ്പിളിന്റെ ഭാവി എന്താണ്? പുതിയ ലീഡർ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? മിക്കവാറും അടുത്ത സിഇഒ ജോൺ ടേണേഴ്സ് ആയിരിക്കും. അദ്ദേഹം ഒരു ഹാർഡ്വെയർ എക്സ്പേർട്ടാണ്. ഇതിനൊരർത്ഥമുണ്ട്, ആപ്പിൾ ഒരുപക്ഷേ അതിന്റെ വേരുകളിലേക്ക്, അതായത് മികച്ച ഡിസൈനിങ്ങിലേക്കും എഞ്ചിനീയറിംഗിലേക്കും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ പുതിയ സിഇഒയ്ക്ക് മുന്നിലുള്ളത് 3 വലിയ വെല്ലുവിളികളാണ്. 1, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസില് എതിരാളികളെ മറികടക്കണം. 2, ഐഫോൺ പോലെ ലോകത്തെ മാറ്റിമറിക്കുന്ന അടുത്ത വലിയ പ്രോഡക്റ്റ് കണ്ടെത്തണം. പിന്നെ ഏറ്റവും പ്രധാനമായി, ടിം കുക്കിന്റെ ആ ഒരു ഉറപ്പില്ലാതെയും കമ്പനിക്ക് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. അപ്പോ ഇത്രയൊക്കെ നോക്കുമ്പോ എന്താണ് ടിം കുക്കിന്റെ ലെഗസി? ചരിത്രത്തിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ഓർമ്മിക്കപ്പെടുക? നമുക്ക് നോക്കാം. ഈ ഒരു വാചകം മതി എല്ലാം മനസ്സിലാക്കാൻ. സ്റ്റീവ് ജോബ്സ് ആപ്പിളിന് അതിന്റെ ആത്മാവും ഒരു ഐഡന്റിറ്റിയും കൊടുത്തപ്പോ ടിം കുക്ക് അതിന് ലോകം കീഴടക്കാനുള്ള കരുത്തും ഘടനയും ഈടുനിൽപ്പും നൽകി. ഒരാൾ സ്വപ്നം കണ്ടു, മറ്റൊരാൾ അത് യാഥാർത്ഥ്യമാക്കി. ഒരുപക്ഷേ ടിം കുക്കിന്റെ ഏറ്റവും വലിയ പൈതൃകം ഇതുതന്നെയായിരിക്കും. അദ്ദേഹം കമ്പനിയെ വളർത്തുക മാത്രമല്ല ചെയ്തത്, ഏത് കൊടുങ്കാറ്റിനെയും നേരിടാൻ പാകത്തിന് അതിനെ ഉറപ്പിച്ചു നിർത്തി. അതുകൊണ്ടാണ് ഈ നേതൃത്വമാറ്റത്തെ ആപ്പിൾ നേരിടുന്നത് ഒരു ദുർബലമായ അവസ്ഥയിലല്ല, മറിച്ച് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ നിലയിൽ നിന്നുകൊണ്ടാണ്. അവസാനിപ്പിക്കാൻ ഈയൊരു ചോദ്യം മാത്രം: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ പുതിയ ലോകത്തേക്ക് ആപ്പിൾ കടക്കുമ്പോൾ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ആപ്പിളിന്റെ ആ ഒരു മാജിക്, ആ ഒരു ലാളിത്യം, ആ ഡിസൈൻ, അതൊന്നും നഷ്ടപ്പെടാതെ, അതിന്റെ ആത്മാവ് കളയാതെ മുന്നോട്ടു പോകാൻ പുതിയ നേതൃത്വത്തിന് കഴിയുമോ? ആപ്പിളിന്റെ അടുത്ത 10 വർഷത്തെ കഥ
ഒരുപക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICM കമ്പ്യൂട്ടേഴ്സ് തലയോലപ്പറമ്പ്.